ഹരി ഓം. ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിഹൃദ്ധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവഭയഹരം സർവലോകൈകനാഥം. ഇന്ന് നമ്മൾ 62ഉം 63ഉം ശ്ലോകം എടുക്കണം. 62ഉം 63ഉം. ത്രിസാമാ സാമഗ സാമാ നിർവാണം ഭേഷജം ഭിഷക് സന്യാസകൃച്ഛമശാന്തോ നിഷ്ഠാ ശാന്തിഃ പരായണ ശുഭാംഗശാന്തിദസൃഷ്ട കുമുദക്കുവലേശയാ ഗോഹിതോ ഗോപതിർഗോപ്ത വൃഷഭാഷോ വൃഷപ്രിയ. ഇന്ന് 200ാമത്തെ ദിവസമാണ് നമ്മുടെ. ഭഗവാൻ വരപ്രസാദം നമുക്ക് തന്നതുകൊണ്ടാണ് നമുക്കിതിങ്ങനെ പറയാനും കേൾക്കാനും ഒക്കെ സന്ദർഭവും സൗകര്യമൊക്കെ ഉണ്ടായത്. പണ്ട് ഭഗവാന്റെ പാതാരബിന്ദങ്ങളിൽ എൻ്റെ നന്ദി വാക്കുകൾ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ സഹസ്രനാമത്തിലേക്ക് കടക്കാം. അപ്പം ഇന്ന് ചെല്ലുന്ന നാമം, ചോക്കുന്ന നാമം 578ാമത്തെ നാമം ഭേഷജ. ഭേഷജ ഭേഷജ എന്ന് വെച്ചെങ്കിൽ ഔഷധം എന്നർത്ഥം, മരുന്ന്. ഭേഷജ ഈ നാമം മുമ്പ് വന്നിട്ടുണ്ട്, ഓർക്കുന്നുണ്ടോ? ഔഷധം ജഗതസേതു സത്യധർമ്മ പരാക്രമ. അപ്പോൾ ഇതൊക്കെ മനസ്സിലിങ്ങനെ ഓടി വരണം. ഒരു നാമം നമ്മൾ വൃത്തിയായിട്ട് പഠിച്ചു എന്നുണ്ടെങ്കിൽ അതവിടെ കിടക്കണം മനസ്സിൽ. അതെപ്പോൾ റീകോൾ ചെയ്താലും അപ്പം എത്തണം കണ്ട്. അപ്പോൾ ഔഷധം ജഗതസേതു എന്ന് പറഞ്ഞ നാമം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇത് ഔഷധം തന്നെയാണത്. ഇത് ഔഷധത്തിൻ്റെ വാക്ക് തന്നെയാണ്, അർത്ഥം തന്നെയാണ് ആ നാമത്തിനും. അപ്പോൾ ഭേഷജം എന്ന് വെച്ചാൽ ദേവന്മാരും ദേവർഷികളും ദുഃഖവിമോചനത്തിനുള്ള ഔഷധം ഭഗവാനാണെന്ന് അർത്ഥം. ദേവന്മാരുടെയും ദേവഋഷികളുടെയും മനുഷ്യന്മാരുടെയും എല്ലാവരുടെയും ദുഃഖവിമോചനത്തിനുള്ള ഔഷധം ഭഗവാൻ തന്നെയാണ്. രാക്ഷസന്മാർക്ക് പോലും അവർക്ക് ദുഃഖവിനാശം ഉണ്ടാവണമെങ്കിൽ അവരുടെ ജന്മം കൊടുക്കണം. അപ്പം അതിന് ഭേഷജവും ഭഗവാൻ തന്നെയാണ്. മനസ്സിലായില്ലേ? ദേവാ ദേവർഷയശ്ചൈവ യം വിദുർ ദുഃഖഭേഷജെന്നാണ് മഹാഭാരതത്തിലെ വ്യാസം പറഞ്ഞേക്കണം. ദേവാ ദേവർഷയശ്ചൈവ, ശൈവ ആൻഡ് എന്നർത്ഥം. ദേവന്മാർക്കും ദേവർഷയന്മാർക്കും എക്സെട്ര എക്സെട്ര. യം ആരാണോ വിദുർ ദുഃഖഭേഷജം. അപ്പോൾ സംസാര സാഗരത്തിലെ ദുഃഖം ദേവന്മാർക്കായാലും ദേവർഷികൾക്കായാലും ഭഗവാൻ തന്നെയാണ് ദുഃഖഭേഷജം എന്ന് പറയുന്നത്. അപ്പം ഈ സാഗരത്ത് സംസാരമായിരിക്കുന്ന ഈ ദുഃഖസാഗരത്തിലെ ദുഃഖങ്ങളെല്ലാം ശമിപ്പിച്ച് വേണ്ടത്ര വിരക്തി വേണ്ട സമയത്ത് വരുത്തി, ആവശ്യമില്ലാത്ത സമയത്ത് വിരക്തി പ്രദാനം ചെയ്യില്ല ഭഗവാൻ. അത് അസ്ഥാനത്തായി പോവും. എപ്പോഴാണോ ഒരു ഭക്തന് വിരക്തി കിട്ടേണ്ടത് അവന് സമയമായാൽ ആ സമയത്ത് വിരക്തി കൊടുക്കും. അല്ല, ചളിക്കുണ്ടിൽ കളിക്കേണ്ട പ്രായം അവനെച്ചാൽ ചളിക്കുണ്ടിൽ കളിപ്പിക്കും. പ്രായം എന്ന് വെച്ചെങ്കിൽ നമ്മുടെ ഏജ് നോക്കിയിട്ടല്ല ഞാൻ പറഞ്ഞത് കേട്ടോ, ഉള്ളിലെ പക്വത, മനസ്സിലെ പക്വത. അപ്പം അവന് കളിയുടെ ഭ്രാന്ത് മാറിയിട്ടില്ല, മണ്ണിനോടുള്ള എന്താ പറയുക ഭ്രാന്ത് മാറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറേ കൂടി ചളിക്കുണ്ടിൽ കളിക്കട്ടെ എന്ന് വിചാരിക്കും. യന്ത്രോഞ്ഞാലിൽ ആടാനാണ് കുറച്ചും കൂടി ആഗ്രഹം എന്നുണ്ടെങ്കിൽ അത് ആടട്ടെ എന്ന് വിചാരിക്കും. ഇതൊക്കെ അവസാനം മനസ്സിനൊരു എന്താ പറയുക വെറുപ്പല്ല, ഒരു എന്താ പറയുക വിരക്തി വരും. ഇതൊന്നും എന്താ ഇപ്പം ഇതിലൊക്കെ ഉള്ളത് എന്നൊരു അൺകൺസേൺനെസ് വരും. ആ സമയത്ത്
വിരക്തി ഇഷ്ടം പോലെ കുത്തിവെക്കും ഭഗവാൻ. ദാറ്റ്സ് അപ്രോപ്രിയേറ്റ് ടൈം. ഭഗവാൻ അറിയാതെ, മനസ്സിലായില്ലേ? വിത്തിട്ടവണ്ണം വിളയിച്ചു കൊള്ളുവാൻ ഭഗവാൻ നല്ലപോലെ അറിയാം. എവിടെയൊക്കെ എന്തൊക്കെ വിത്തായിട്ടിരിക്കണമെന്ന് ഭഗവാൻ അറിയാം. അപ്പോൾ വേണ്ട സമയത്ത് വിരക്തി നൽകി മോക്ഷ എന്താ പറയുക, ഇച്ഛുക്കളാക്കി, മോക്ഷത്തിന് ഇച്ഛിക്കുന്നവരാക്കി, ഒടുവിൽ ജന്മ മൃത്യു ജര വ്യാധി അങ്ങനെയുള്ള എല്ലാ സ്റ്റേജുകളും തരണം ചെയ്ത് മോക്ഷം നൽകുന്ന ഔഷധമാണ് ഭഗവാൻ. അപ്പം ഭഗവാൻ ഔഷധമാണ്, മനസ്സിലായില്ലേ? ഔഷധത്തിൻ്റെ ഒരു മൂർത്തിമത്താണ് ഭഗവാൻ. അതിനല്ലേ നെല്ലുവായത്തേവർ ആ രൂപം എടുത്തിട്ട് ഗുരുവായൂരപ്പൻ തന്നെയല്ലേ അവിടെ ചെന്നിരിക്കണത്. ഗുരുവായൂരപ്പൻ്റെ അതേ രൂപം തന്നെയല്ലേ നെല്ലുവായത്തേവർക്കും. പേരൊന്ന് മാറ്റിയെന്നല്ലേ ഉള്ളൂ, സ്ഥലം മാറിയപ്പോൾ. അതുതന്നെയല്ലേ അമൃതകലശമായിട്ട് പാലാഴിയിൽ നിന്ന് വന്നതല്ലേ, ഭഗവാന്റെ തറവാട്ടിൽ നിന്ന് വന്നത് തന്നെയല്ലേ അത്. ഒരു കയ്യിൽ അട്ട, ഒരു ഒരു കയ്യിൽ എന്താ പറയുക, കുഴമ്പ്, അട്ടയും കുഴമ്പ്. വലിയ പ്രസിദ്ധമായിട്ടുള്ള വഴിപാടാണ്. നെല്ലുവായ അറിയാത്തവരാരും ഇല്ലല്ലോ. അട്ടയും കുഴമ്പും, ഒരു കയ്യിൽ അട്ട, ഒരു കയ്യിൽ കുഴമ്പ്. എന്തേ അട്ടയും കുഴമ്പും? സർജൻ ആൻഡ് ഫിസിഷ്യൻ. അദ്ദേഹം സർജനുമാണ്, ഫിസിഷ്യനുമാണ്. അട്ട റെപ്രസെൻറ്റിങ് സർജറി, കുഴമ്പ് റെപ്രസെൻറ്റിങ് മരുന്ന്, മെഡിക്കേഷൻ. അപ്പോൾ ഈസ് എ ഫുൾ ഫ്ലെഡ്ജ് ഡോക്ടർ. സർജറി നടത്തും, ചികിത്സയും നടത്തും, രണ്ടും നടത്തും. മെഡിക്കേഷനും ഉണ്ട്, സർജറി ഉണ്ട്. FRCS ആൻഡ് MRCP. പിന്നെന്താ വേണ്ടത്? മനസ്സിലായോ? പട്ടരുപാട് പൊട്ടണമെന്നല്ല വാതരോഗം വന്നപ്പോൾ ഗുരുവായൂർക്ക് പോയതേ. ഇല്ലെങ്കിൽ അദ്ദേഹത്തിന് എത്ര സ്ഥലം ഉണ്ടായിരുന്നു പോകാൻ? അല്ല കോട്ടക്കൽ ആര്യ വൈദ്യശാലയിലോ വൈദ്യമഠത്തിലോ വയസ്കര മൂസിൻ്റെ അടുത്തോ കുട്ടഞ്ചേരി മൂസിൻ്റെ അടുത്തൊക്കെ പോകാറുന്നില്ലേ? വാതരോഗം വന്ന സാധാരണ ആൾക്കാർ അങ്ങോട്ടല്ലേ പോകും? അമ്പലത്തിലേക്ക് വല്ലവരും പോവോ? എന്തിനാ അങ്ങോട്ട് ഓടിയത്? പറയോ? അദ്ദേഹത്തിന് നല്ലപോലെ അറിയാൻ തന്നെ മരുന്ന് അവിടെയുള്ളതെന്ന്. അവിടെ നിന്നല്ല, അതാണ് മരുന്ന്. സാക്ഷാത് ഗുരുഭവനപുരേ, അതാണ് മരുന്നെന്ന് ഭഗവാന് ഭട്ടതിരിപ്പാടിന് നല്ല പോലെ അറിയാം. അതുകൊണ്ടാണ് അങ്ങോട്ട് ഓടിയത്. മനസ്സിലായില്ലേ? അപ്പോൾ ഭഗവാൻ എന്ന് പറഞ്ഞാൽ ഔഷധം, എന്താ പറയുക, ഭേഷജം എന്ന് പറഞ്ഞാൽ ഔഷധം, മരുന്ന്. ഭഗവാൻ തന്നെയാണ്, ഔഷധം തന്നെയാണ് ഭഗവാൻ. അതുകൊണ്ടാണ് ഭഗവാന് ഔഷധം എന്നുള്ള, ഭേഷജ എന്നുള്ള പേര് കിട്ടിയത്, ഔഷധം. അടുത്ത നാമം 579 നോക്കിക്കോളൂ. ആ നാമം ഭിഷക്. ഇവിടെ വൈദ്യൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഭിഷക് എന്ന് വെച്ചാൽ വൈദ്യൻ. ഭിഷജ എന്ന് വെച്ചാൽ മരുന്ന്, ഭിഷക് എന്ന് വെച്ചാൽ വൈദ്യൻ. അപ്പോൾ ഇദ്ദേഹം ഭിഷക്കുമാണ്, ഭേഷജുമാണ്. മീനിങ് വൈദ്യനുമാണ്, ഔഷധവുമാണ്. ഗതസത്തമ എന്നുള്ളൊരു വാക്ക് നമ്മൾ 2 ദിവസം മുമ്പ് കേട്ടില്ലേ? ഗതസത്തമ. മാർഗവും ഭഗവാനാണ്, ലക്ഷ്യവും ഭഗവാനാണ്. അതുപോലെ തന്നെ ഭഗവാൻ മരുന്നുമാണ്, ഭഗവാൻ വൈദ്യനുമാണ്. സംശയമുണ്ടോ? യജ്ഞത്തിലും യാഗത്തിലും നമ്മൾ ചലന ഭഗവത്ഗീതയിലത്തെ ശ്ലോകം പല പ്രാവശ്യം നമ്മൾ പറഞ്ഞിട്ടുള്ളതാ. ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവി ബ്രഹ്മാഗ്നം ബ്രഹ്മണോഹുതം. എല്ലാം ബ്രഹ്മം തന്നെയാണ്, സർവം ബ്രഹ്മമയം. യജ്ഞം ബ്രഹ്മം, യജ്ഞം നടത്തുന്ന ആൾ ബ്രഹ്മം, യജമാനൻ ബ്രഹ്മം, അത് യജ്ഞം ആചരിക്കുന്ന ആൾ ബ്രഹ്മം, യജ്ഞത്തിലൊഴിക്കുന്ന ഹവിസ് ധർമ്മം, എന്താ പറയുക, ഭഗവാൻ തന്നെ, ബ്രഹ്മൻ തന്നെ. അതിലേക്ക് വേണ്ട സാമഗ്രികൾ, അതും ബ്രഹ്മൻ തന്നെ. അതിൽ കത്തുന്ന അഗ്നി, അതും ബ്രഹ്മൻ തന്നെ. അതിൽ നിന്ന് കിട്ടുന്ന പ്രസാദം, അതും ബ്രഹ്മൻ തന്നെ. ഇതാർക്ക് വേണ്ടിയിട്ടാണ് നടത്തുന്നത്? ബ്രഹ്മന് വേണ്ടിയിട്ട് തന്നെ. സർവം ബ്രഹ്മമയം. നമ്മൾ എന്ത് ചെയ്യാണ്ടിരുന്നാൽ എല്ലാം ബ്രഹ്മൻ തന്നെ. ചെയ്യിക്കുന്നതും ബ്രഹ്മൻ, ചെയ്യുന്നതും ബ്രഹ്മൻ, കാണുന്നതും ബ്രഹ്മൻ, എല്ലാം ബ്രഹ്മൻ തന്നെ അല്ലേ? ആലോചിച്ച് നോക്കൂ. ഭഗവാൻ അല്ലാതെ ഇവിടെ ഏതെങ്കിലും ഒന്നുണ്ടോ? ഒരു തരി മണ്ണുണ്ടോ ഭഗവാൻ അല്ലാണ്ട്?
ദൈവമില്ല ദൈവമില്ല എന്ന് പറഞ്ഞാൽ നടക്കണില്ല ഒരു കൂട്ടര് തലയ്ക്ക് വട്ട് കയറിയിട്ട്. എവിടെ ദൈവമില്ലാത്ത പറയൂ, എവിടെ ദൈവമില്ലാത്ത? മഴ പെയ്യുമ്പോൾ സൂര്യൻ ഇല്ല എന്ന് പറഞ്ഞ പോലെയല്ലേ നമ്മൾ ദൈവമില്ല എന്ന് പറയണത്. മഴ പെയ്യുമ്പോൾ സൂര്യൻ ഇല്ല എന്നൊരു പ്രാന്തം വിളിച്ച് പറഞ്ഞാൽ ആ മഴ പെയ്യുന്നത് സൂര്യൻ്റെ കടാക്ഷം കൊണ്ടാണ്. സൂര്യൻ ഇല്ല എന്നല്ല പറയും, സൂര്യനെ കാണുന്നില്ല എന്ന് പറയൂ, അത് തൻ്റെ കഴിവുകേട്. അതുപോലെ എവിടെ ഏത് മുക്കിലും മൂലയിലും ഭഗവാൻ ഇല്ലാത്ത? നമ്മൾ ചെയ്യുന്ന കർമ്മം ഭഗവാൻ, കിട്ടുന്ന കർമ്മഫലം ഭഗവാൻ, ചെയ്യാതിരിപ്പിക്കുന്നത് ഭഗവാൻ, ഓർമ്മ വരുത്തുന്നത് ഭഗവാൻ, മർപ്പിക്കുന്നത് ഭഗവാൻ. കിം കരണീയം കിമകരണീയം കിം കരണീയം കിമകരണീയം സർവം ബ്രഹ്മമയം. കിം കർത്തവ്യം കിമകർത്തവ്യം കിം കർത്തവ്യം കിമകർത്തവ്യം സർവം ബ്രഹ്മമയം. രസനേ സർവം ബ്രഹ്മമയം. കിം കർത്തവ്യം കിമകർത്തവ്യം, എന്ത് ഡ്യൂട്ടി, എന്ത് ഡെറിലിക്ഷൻ ഓഫ് ഡ്യൂട്ടി, വേർ ഈസ് ഓൾ ദിസ്? ആ സ്റ്റേജിൽ എത്തിയാൽ കേട്ടോ, നോട്ട് നൗ. എന്ത് കർമ്മം, എന്ത് അകർമ്മം, എന്ത് ബോധം, എന്ത് ബോധമില്ലായ്മ. കിം ബോധവ്യം കിം അബോധവ്യം, എല്ലാം ബ്രഹ്മം തന്നെ. ആ മരുന്നാരാ? ഭഗവാൻ തന്നെ. വൈദ്യനാരാ? ഭഗവാൻ തന്നെ. രണ്ട് ഭഗവാൻ തന്നെയാണ്. ആ ദേഹവും നോക്കൂ, ദേഹവും മനസ്സും തളർന്ന് ഒന്നിനും കൊള്ളരുത്തവനായി ശരീരമാകെ വിറച്ച് വിശർത്ത് ത്രോട്ടൊക്കെ പാർച്ച് ചെയ്ത് തൊണ്ടൊക്കെ വരണ്ട് പണിയായുധം ഗാണ്ഡീവം രഥത്തിലെ കയ്യിൽ നിന്ന് താഴ്ത്തു വീണ് പോയിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ യുദ്ധത്തിന് ഞാനില്ലയോ എന്ന് പറഞ്ഞിട്ട് ആ രഥത്തിൻ്റെ സീറ്റിലും കൂടി അല്ല, തേർ തട്ടിൽ അവിടെ ഇരുന്നു. ഒരു സൈക്കിക് പേഷ്യൻ്റ്. കഴിവില്ലാണ്ട് അർജുനന് അല്ലല്ലോ. പെട്ടെന്നൊരു കാർപ്പണ്യദോഷം പിടിപെട്ടു വന്നിട്ട്, ഒരു സൈക്കിക് മാറ്റർ, രോഗം തന്നെയല്ലേ ഇത്. അതങ്ങോട്ട് മൂർച്ഛിച്ചു രോഗം. എന്നിട്ട് പിന്നെ കൃഷ്ണനെ ഉപദേശിക്കലായി. കൃഷ്ണ എന്താണെന്ന് വിചാരിച്ച് യുദ്ധം എന്ന് വെച്ചാൽ കളിക്കുക? പൈക്കളെ മേഖലാണോ യുദ്ധം എന്ന് വിചാരിച്ചാൽ? ഗോശ്രീയുടെ കൂടെ നടന്നിട്ട് അവരുടെ വെണ്ണയും പാലും ഒക്കെ കട്ടിയിലാണോ മറ്റേ യുദ്ധം എന്ന് വിചാരിച്ചാൽ? എന്താ യുദ്ധം എന്ന് വിചാരിച്ചാൽ? എത്ര ആൾക്കാർ മരിക്കുന്ന വിചാരിക്കണം, എത്ര കുലസ്ത്രീകൾ നശിക്കുന്ന വിചാരിക്കണം, എത്ര കുലക്ഷയം വരുന്ന വിചാരിക്കണം. ഇതൊക്കെ ആർക്ക് വേണ്ടിയിട്ടാ? എന്താ ഭഗവാൻ ഇതൊന്നും ആലോചിക്കാത്തത്? ആ ദുര്യോധനൻ എന്തെങ്കിലും പറഞ്ഞു വെച്ചിട്ട് ചാടി കയറുക അതിൻ്റെ മുകളിൽ. നമ്മളല്ലേ ബുദ്ധിയുള്ളവർ, മാറി നിൽക്കേണ്ടവരല്ലേ നമ്മൾ? എനിക്ക് ഈ അർജുനനെ ഗോസ്പെല്ല് പഠിപ്പിക്കലായി. പോപ്പിനോട് ബൈബിള് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങിയാലോ? ആ സമയത്ത് ആരായിരുന്നു അദ്ദേഹത്തിന് അർജുനനെ ഉപദേശിച്ചത്? ഗീതോപദേശം കൊണ്ട് അജാത ശത്രുവാക്കിയ വൈദ്യനാണ് ഭഗവാൻ. അങ്ങനെയുള്ള വൈദ്യനാണ് നമ്മൾ ശ്രീകൃഷ്ണൻ്റെ ബാറ്റിൽ ഫീൽഡിൽ കാണുന്നത്. യുദ്ധകാലത്തിൽ നമ്മളെ കാണുന്ന കൃഷ്ണൻ ആരാ? വിഷജ്വരൻ, എക്സ്ട്രീം എക്സലൻറ്റ് സൈക്കോളജിസ്റ്റ്. ഒരു മരുന്നും കൊടുത്തില്ല, ഒരു മെറ്റാസിനും എഴുതി കൊടുത്തില്ല, ഒരു പാരസെറ്റമോളും എഴുതി കൊടുത്തില്ല. ഒക്കെ ആ വായന നാവിൻ്റെ ചാതുര്യം, വാചസ്പതി ഉദാരതി എന്ന് പറഞ്ഞില്ലേ അല്ലേ? ഭിഷക് തമം ത്വാം വിഷജാശൃണോതി എന്ന് പറയും ഋഗ്വേദത്തിൽ. വൈദ്യന്മാരിൽ വെച്ച് ഏറ്റവും വലിയ വൈദ്യൻ അങ്ങാണെന്ന് ഞാൻ കേട്ടിരിക്കണു എന്ന് പറയാണ് ഒരു ഗുരുനാഥൻ ഭഗവാനെ കുറിച്ച് പറയുമ്പോൾ, ബ്രഹ്മത്തിനെ കുറിച്ച് പറയുമ്പോൾ. ഭിഷക് തമം ത്വാം വിഷജാശൃണോതി, വൈദ്യന്മാരിൽ വെച്ച് ഏറ്റവും വലിയ വൈദ്യനാണ് അങ്ങാന്ന് ഞാൻ കേട്ടിരിക്കണു, വൈദ്യനാഥൻ.
പ്രഥമോ ദേവോ ഭിഷക്തൈ, തൈത്രീയോപനിഷത്ത്. ദൈവിക വൈദ്യന്മാരിൽ വെച്ച് ഫസ്റ്റ് റേറ്റഡ് വൈദ്യൻ. പ്രഥമോ ദേവോ ഭിഷക്, ദേവന്മാരുടെ വൈദ്യന്മാരിൽ വെച്ച് പ്രഥമൻ, ഫസ്റ്റ്. ജനറൽ മെഡിക്കൽ കോളേജിലെ സൂപ്പറിനൻറ്റ്. മനസ്സിലായില്ലേ? അപ്പോൾ ഒരു നല്ല വൈദ്യൻ എന്തൊക്കെയാണ് നോക്കുക? രോഗം, രോഗിയുടെ പ്രായം മീൻസ് ഏജ് അല്ല, മെൻ്റൽ ഹെൽത്ത്, പരിതസ്ഥിതികൾ, എന്നിവരെല്ലാം നോക്കി അനുയോജ്യമായൊരു മരുന്ന് കൊടുത്ത് ആ രോഗത്തിനെ ശമിപ്പിക്കുന്നത് പോലെ ഓരോ ജീവിയുടെയും നില മനസ്സിലാക്കി അവരവരുടെ പ്രാരാബ്ധം ഏത് നിലയ്ക്കാണുള്ളത്, ഓരോരുത്തരുടെ വാസനകൾ എന്തൊക്കെയാണ്. വാസന എന്ന് പറയുന്നത് അസുഖം തന്നെയാണ്. എവറിതിങ് ഈസ് എ ഡിസീസ്. എല്ലാം നമുക്ക് പ്രശ്നം ഉണ്ടാക്കുന്നതാണ്, പ്രോബ്ലം ഉണ്ടാക്കുന്നതാണ്, നമ്മളുടെ മനഃശാന്തി കളയുന്നതാണ്, ഈസിനെസ് കളയുന്നതാണ്. അതുകൊണ്ടാണ് ഡിസ് ഈസ് എന്ന് പറയുന്നത്. അസുഖം എന്ന് പറയുന്നത് എന്താ? ഡിസ് ഈസ് അല്ലാത്തൊരവസ്ഥ, എന്നാൽ സമാധാനം ഇല്ലാത്തൊരവസ്ഥ, അല്ലേ? അപ്പോൾ ജഗത്തിൽ നമുക്ക് സംസാര ദുഃഖത്തിൽ നിന്ന് നമുക്കുണ്ടാകുന്ന എല്ലാ അൺഈസിനെസ്സുകളും കളഞ്ഞ് അതാത് സമയത്ത് നമ്മളുടെ പ്രാരബ്ധവശാൽ ചിലതൊക്കെ അനുഭവിച്ചേ പറ്റൂ. ചില സമയത്തൊക്കെ പനി വരുന്നത് നല്ലതാണ്, ജലദോഷം വരുന്നത് നല്ലതാണ്. ഇപ്പോൾ കൊറോണ വന്നത് എത്ര നന്നായി പല ആൾക്കാർക്കും, ഇല്ലേ? ആലോചിച്ച് നോക്കൂ. അപ്പോൾ ചില കാര്യങ്ങളൊക്കെ സംഭവിക്കേണ്ടതാണ്, നമുക്കത് പറ്റിയില്ലെങ്കിൽ സംഭവിക്കേണ്ടതാണ്. അപ്പോൾ ചിലപ്പോൾ പനി വരും, അത് നല്ലതാണ്. അപ്പോൾ ഈ ഒക്കെ ഇതെല്ലാം നോക്കിയതിൻ്റെ ശേഷമാണ് ഇവനെ എങ്ങനെ ഞാൻ കരപിടിച്ച് കയറ്റും, ഈ രോഗത്തിൽ നിന്ന് മുക്തി വരുത്തും, സംസാര സാഗരത്തിൽ നിന്ന് ഇവനെ എങ്ങനെ മുക്തി ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഓരോ ജീവിയുടെയും നില മനസ്സിലാക്കി ഓരോരുത്തരുടെ ബയോഡാറ്റയും വായിച്ചു നോക്കി ചികിത്സിക്കുന്ന വൈദ്യനാണ് ഭഗവാൻ. അതങ്ങനെ ചികിത്സിക്കുന്ന ആ ഭഗവാൻ മാത്രമേ ഉള്ളൂ. ഒന്ന് കമ്പയർ ചെയ്ത് നോക്കൂ ഇന്നത്തെ ചികിത്സാ രീതികൾ നോക്കൂ, പ്രത്യേകിച്ച് അലോപ്പതി. നമുക്കൊരു അക്ഷരം അങ്ങോട്ട് ഉണ്ടാകാൻ നോക്കിയില്ല ഡോക്ടർമാരോട്. ഇപ്പോൾ 4 മെഡിക്കൽ ടേം വായ കൊള്ളാത്ത വാക്കുകൾ, കുടുകുടു ദിവസം ഇത് വിളീസമാണ്, അതാണ് ഇതാണ്. അത് കുടുകുടി കൂടിയ കാരണമാണ് മറ്റേതുണ്ടായത്. RCPC ഇല്ലാത്തത് കൊണ്ടാണ് മറ്റേതുണ്ടായത്. അപ്പോൾ അത് ഡോക്ടർ അത് കൂടാൻ എന്താ കാരണം? അത് ഈ എന്താ പറയുക, ഒരു സിൻഡ്രോമാണ്, അതുള്ളതുകൊണ്ട് അങ്ങനെ ഉണ്ടാവണം. അപ്പോൾ അത് കളയാൻ എന്താ ചെയ്യുക? അത് കളയണമെങ്കിൽ ഇതുണ്ടാക്കണം, അതുണ്ടാക്കണമെങ്കിൽ ഈ പറഞ്ഞ ഒന്നും നമുക്ക് മനസ്സിലാവില്ല, യാതൊന്നും മനസ്സിലാവില്ല. അതെയല്ലേ എന്ന് തലയിട്ട് കുലിക്കിങ്ങോട്ട് പോവുകയും ചെയ്തു. വീട്ടിൽ വന്നിട്ട് വീട്ടുകാർ ചോദിക്കുക എന്താ ഡോക്ടർ പറഞ്ഞു ചോദിച്ചു. ഡോക്ടറോട് ഞാൻ പറഞ്ഞത് എന്താണെന്ന് എനിക്കറിയാം, ഡോക്ടർ ഇങ്ങോട്ട് എന്താ പറഞ്ഞതെന്ന് എനിക്കറിയില്ല എന്ന് പറയേണ്ടി വരുന്നു നമുക്ക്, ഇല്ലേ? ഇതെന്ത് വൈദ്യര, എന്ത് ഡോക്ടറത്? വൈദ്യരുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർക്കണം, നമ്മുടെ നാട്ടിൽ പണ്ടത്തെ ആയുർവേദിക് വിഷഗൂജന്മാർ ഇങ്ങനെയൊക്കെ ചികിത്സിച്ചവരായിരുന്നു. ഒരു ജടപടാലിറ്റി ഇല്ലാത്ത എത്രയോ വൈദ്യന്മാർ നമ്മുടെ നാട്ടിലുണ്ട്. എനിക്ക് അനുഭവമുള്ളൊരു കാര്യം ഞാൻ ഇവിടെ പറയാം, കുറച്ച് സമയം എടുത്താലും ഞാൻ അനുഭവമുള്ളൊരു കാര്യം ഞാൻ പറയും. ഞാൻ അരുവമ്പട്ടി സ്കൂളിൽ 4ാം ക്ലാസ് പഠിക്കുമ്പോൾ, അതായത് ഏതാണ്ട് ഒരു 65 കൊല്ലമായിട്ടുണ്ടാവും, തിച്ചൂർ ഞങ്ങൾ താമസിക്കുമ്പോൾ ഒരു ദിവസം എൻ്റെ ഒരു കാരണവപ്പാട് കുട്ടഞ്ചേരി മൂസനൊന്ന് കാണണം എന്ന് പറഞ്ഞിട്ട് പോയി. എന്തോ അത് അങ്ങോട്ടൊരു കാര്യം, ഒരു അമ്മ എൻ്റെ മുത്തശ്ശിക്ക് വേണ്ട എന്തോ ഒരു കാര്യം സംസാരിക്കാനാണ് കാരണവപ്പാട് പോകണമെന്ന് പറഞ്ഞത്. അപ്പോൾ വെറുതെ പോകുമ്പോൾ എന്നോട് ചോദിച്ചു, അന്ന് ശനിയോ ഞായറോ മറ്റേ ദിവസമാണ്, സ്കൂളൊന്നും ഇല്ലയെന്ന്. അപ്പോൾ ചോദിച്ചോ പറഞ്ഞു, അപ്പണി നീ വരുന്നോ ചോദിച്ചു. എങ്ങടെ അമ്മ പോകണം? ഞാൻ മൂസനെ കാണാനാണ്. നീ ഇവിടെ എന്താ ചെയ്യുക? ഞാൻ വെറുതെ ഇരിക്കാം, അങ്ങോട്ട് പോരെ എൻ്റെ കൂടെ. എന്നെ കൊണ്ടുപോയി. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഓർമ്മ വെച്ച് ഞാൻ മറക്കില്ല, ആ ഒരു സിറ്റുവേഷൻ ഞാൻ മറക്കില്ല. അദ്ദേഹം അന്ന് എന്താ പറഞ്ഞതെന്ന് അന്ന് എനിക്ക് അതിൻ്റെ ഗാംഭീര്യമൊന്നും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല.
പക്ഷെ അതെന്തോ ആ വാക്കുകൾ എൻ്റെ മനസ്സിലിങ്ങനെ കുത്തിയിട്ട പോലെ ഇന്നും കിടക്കുന്നുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇരുന്ന് അയവർക്കും ഈ ഡോക്ടർമാരുടെ പോയി സംസാരിക്കുമ്പോൾ. അപ്പോൾ ഞാനും ഇദ്ദേഹം കൂടിയിട്ട് കാരണപ്പാടും കൂടിയിട്ട് അവിടെ ചെന്നിരുന്നു. അപ്പോൾ അവിടെ നോക്കിയപ്പോൾ കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ട്. അധികം ആൾക്കാരൊന്നുമില്ല. എന്നാൽ അത്ര അധികം ആൾക്കാരൊന്നും വന്ന് കാണില്ലല്ലോ. മൂസിൻ്റെ വീട്ടിൽ ചെന്നിട്ടാണ്, ഇല്ലത്ത് ചെന്നിട്ടാണ് കാണുന്നത്. അവിടെ ചെന്നു കയറിയിരുന്നു. അപ്പോൾ കാരണപ്പാടിനെ മൂസ് നല്ല പരിചയമാണ്. ഞാൻ അദ്ദേഹത്തിനെ കണ്ടിട്ടില്ല, ആദ്യമായിട്ട് കാണുക. കയറിയിരുന്നു. ഞാൻ വലിയ ട്രൗസറൊക്കെ ഇട്ടിട്ടുള്ളൊരു പ്രായമാണ്. കയറിയിരുന്നപ്പോൾ രണ്ടാൾക്കാർ വേറെ ഉണ്ട്. അപ്പോൾ അകത്തൊരു രോഗി വൈദ്യരായിട്ട് മൂസായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ വന്നത് മൂസ് കണ്ടു, അമ്മാവടെ വന്നത് മൂസ് കണ്ടു. ഈ കക്ഷി അങ്ങോട്ട് പോയപ്പോൾ, ഈ പേഷ്യൻ്റ് പുറത്തേക്ക് പോയപ്പോൾ അങ്ങനെ തല അങ്ങനെ പൊക്കി എന്നെ വരുമോ എന്ന് പറഞ്ഞു. അമ്മ വിളിച്ചു. അമ്മ എന്നെയും കൂട്ടി ഉള്ളിൽ അവിടെ ബെഞ്ചുണ്ട്, ബെഞ്ചിൻ്റെ മുകളിലോട്ട് ഇരുന്നു. മൂസപ്പുറത്ത് കസാലയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോൾ ഇവിടെ ഒരു ചെറുപ്പക്കാരൻ ഇരുന്നിട്ട് മൂസിൻ്റെ അങ്ങോട്ട് നോക്കിയിട്ട് ഇങ്ങനെ തല ഇങ്ങനെ ഇടയ്ക്കിട്ട് കാണിച്ച് എന്നെ വിളിച്ചില്ലല്ലോ ഞങ്ങൾ എന്നാ പറയില്ല. അപ്പോൾ ഇയാളിങ്ങനെ മുറുമുറുക്കണമുണ്ട്. മൂസിൻ്റെ അവിടെ ചെന്ന് തലങ്ങോട്ട് വീണിട്ട് അവസാനം മൂസ് ഉപയോഗിക്കണില്ല കേട്ടോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അവസാനം, ഞങ്ങളാണ് ആദ്യം വന്നത്, എത്ര നേരമായി വന്നിട്ട്, ഇദ്ദേഹം ഇപ്പം ഇങ്ങോട്ട് വന്നതല്ലോ, അപ്പോഴേക്കും ഉള്ളിലേക്ക് വിളിച്ചില്ലോ, ആദ്യം വന്നവരെ വിളിക്കണ്ടേ എന്ന് ചോദിച്ചു. അപ്പോൾ മൂസ് തല പൊക്കിയിട്ട് അതേ ഇവിടെ വരിക, ഇവിടെ വരൂ. ഒരുണ്ട് ഭാര്യയുണ്ട്, രണ്ടുപേരും കൂടി അകത്തേക്ക് വന്ന് ഇരിക്കുക. എന്താ വേണ്ടത്? അല്ല ഞങ്ങളാണ് ആദ്യം വന്നത്, അതുകൊണ്ട് ഞങ്ങളെ ആദ്യം വിളിക്കണം. അതെയോ? എന്നാലേ ഈ ആദ്യം വന്ന ആളെ ആദ്യം വിളിക്കണമെന്നുള്ള നിയമം ഉണ്ടല്ലോ, അത് ഭഗവാൻ കൂടി പാലിക്കണില്ല. അറിയോ? അതെനിക്ക് മൂസ് പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ ഈ പറയണത്. ആദ്യം വന്ന ആളെ ആദ്യം തിരിച്ചു വിളിക്കുക എന്നുള്ളത് ഭഗവാൻ കൂടെ പാലിക്കുന്നില്ല. ആ ഒരു വ്യവസ്ഥ അദ്ദേഹം പാലിക്കാത്തടത്തോളം കാലം ഞാനും ഇപ്പോൾ ഇത് പാലിക്കാൻ തീരുമാനിച്ചിട്ടില്ല. എന്തേ, വല്ല വിരോധമുണ്ടോ? അല്ല, ഞാൻ അങ്ങനെ പറഞ്ഞതല്ല. അല്ല, അങ്ങനെ പറഞ്ഞതല്ലെങ്കിൽ നാം പറഞ്ഞില്ലേ, എങ്ങനെ പറഞ്ഞതായാലും താൻ പറഞ്ഞില്ലേ, ഇനി ഞാൻ പറയുന്നത് കുറച്ചങ്ങോട്ട് കേൾക്കുക. അപ്പോൾ അമ്മ പറഞ്ഞു, മൂസ അത് അങ്ങോരെ കഴിഞ്ഞിട്ട് ഞാൻ ഇരുന്നോളാം. മേനെ ഇരിക്കുമോ, മേനും കൂടി കേൾക്കാനായി പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങോരോട് പറഞ്ഞു, അതേ ഈ ആദ്യം വന്ന ആളെ ആദ്യം വിളിക്കുക എന്നുള്ളതേ ലോകത്തിൽ ഉള്ള നടപ്പല്ല അത്. അങ്ങനെ ആദ്യം വന്ന ആൾക്കാരൊക്കെ ആദ്യം ഇങ്ങോട്ട് പോവുക വെച്ചാലേ തനിക്കൊന്നും ഞങ്ങളെപ്പോലുള്ള ആൾക്കാരെ കാണാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾക്കൊക്കെ വയസ്സായി, ഞങ്ങളൊക്കെ എന്നോ പോണ്ടവരാ. അപ്പോൾ നിങ്ങൾക്കൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇന്നും കാഴ്ച വസ്തുക്കളായിട്ട് ചില ആൾക്കാർ ഈ ലോകത്തിൽ വേണ്ടേ. അപ്പോൾ അതിന് ആദ്യം വന്ന ആൾക്കാരെ ആദ്യം വിളിക്കുക, അങ്ങനെയൊന്നും ഉണ്ടാവില്ല കേട്ടോ. പിന്നെ അസുഖമായിട്ട് ചികിത്സിക്കാൻ വന്നതല്ലേ, പൂരം കാണാൻ വന്നതല്ലല്ലോ. തിരുമേനിയുടെ മൂസിൻ്റെ പരിധ പറഞ്ഞു, ചികിത്സിക്കാൻ വന്നതല്ലേ, പൂരം കാണാൻ വന്നതല്ലല്ലോ. അപ്പോൾ ചികിത്സിക്കാൻ വരുമ്പോൾ എന്താ വേണ്ടറിയോ? വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ മനസ്സിൽ ഈശ്വരനെ വിചാരിക്കുക. ഈശ്വര വിചാരം ഉണ്ടോ? ഉണ്ട്, അമ്പലത്തിലൊക്കെ പോകാറുണ്ട്. നല്ലത് തന്നെ. പോകുമ്പോൾ ഇങ്ങോട്ട് പുറപ്പെടുമ്പോൾ മനസ്സിൽ വിചാരിക്കുക, ഈശ്വര എൻ്റെ അസുഖം ഇതാണ്, ഇത് ഇന്ന അസുഖമാണ് എന്ന് വൈദ്യർക്ക് കണ്ടാൽ തിരിച്ചറിയണേ, അദ്ദേഹത്തിന് അത് മനസ്സിലാവണം എൻ്റെ അസുഖം എന്താണെന്നുള്ളത്. ഞാൻ എത്ര പറഞ്ഞാലും അദ്ദേഹത്തിന് അത് മനസ്സിലാവണം. അതിന് ഉചിതമായിട്ടുള്ളൊരു മരുന്നും അദ്ദേഹത്തിന് തരാനുള്ള ശക്തി പ്രസാദവും അദ്ദേഹത്തിന് കൊടുക്കുക എന്ന് പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിക്കുക. എന്നിട്ട് പോരുക അങ്ങോട്ട്. ഇവിടെ വന്നിരുന്ന് ആദ്യം വിളിച്ച ആൾ അവസാനം വന്നു, അവസാനം വിളിച്ച ആൾ ആദ്യം വന്നു, അതൊക്കെ കുറച്ച് ക്ഷമ കാണിച്ചിരിക്കുക. നിങ്ങളെ വിളിക്കുമ്പോൾ വിളിക്കേണ്ട സമയത്ത് വിളിക്കും. മനസ്സിലായോ? ഇനി ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താ വെച്ചാൽ, ഒരു രോഗി ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങളെ നോക്കുന്നതിൻ്റെ മുമ്പ്, എന്താ രോഗം എന്ന് ചോദിക്കുന്നതിൻ്റെ മുമ്പ് ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞിട്ടല്ല, അല്ലാണ്ട് തന്നെ ഉള്ളിലൊരു പ്രാർത്ഥന നടത്തും. സ്വയം സൈലൻ്റായിട്ട് ഒരു പ്രാർത്ഥന നടത്തും, നിശബ്ദമായിട്ടൊരു പ്രാർത്ഥന നടത്തും. ഞങ്ങൾ എന്താ അറിയോ? പറഞ്ഞുതരാം. അതെന്താ വെച്ചാൽ, ഈ വന്ന രോഗി എന്ത് രോഗമാണെന്ന് എന്നോട് പറഞ്ഞാലും കുഴപ്പമില്ല, പക്ഷേ
ശരിക്കുള്ള രോഗം എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കി തരണേ ഭഗവാനെ. അങ്ങനെ ധന്വന്തരി ദേവി, ധന്വന്തരി മൂർത്തി, ശരിക്കുള്ള രോഗം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ എന്തോ പറഞ്ഞോട്ടെ, പനിയെന്നോ ജലദോഷമെന്നോ തുമ്പലെന്നോ നീറ്റലെന്നോ എന്ത് വേണമെങ്കിൽ പറഞ്ഞോട്ടെ. അങ്ങനെ എന്തെന്നെ പറഞ്ഞാലും ശരിക്കുള്ള അസുഖം എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കി തരിക. ഞാൻ പഠിച്ച ഗ്രന്ഥത്തിൽ നിന്ന് അതിനുള്ള മരുന്നുകൾ എന്താ വെച്ചാൽ അപ്പം എൻ്റെ മനസ്സിൽ തോന്നിക്കുക, അതെങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് എൻ്റെ മനസ്സിൽ തോന്നിക്കുക. ഇതിനുള്ളൊരു അനുഗ്രഹം ഇവിടുന്ന് ഉണ്ടാവണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് തൻ്റെ കൈ പിടിച്ച് നോക്കുക ഞാൻ. മനസ്സിലായോ? ഇതൊക്കെയാണ് വൈദ്യന്മാരുടെയും അസുഖം വന്ന രോഗികളുടെയൊക്കെ കടമകൾ. മനസ്സിലായോ? ഇതൊക്കെ ചെയ്യുക. അല്ലാണ്ട് ഇവിടെ വന്നിട്ട് ആദ്യം വന്ന ആൾ രണ്ടാമത് വന്ന ആൾ ആദ്യം വിളിച്ചു, ആദ്യം വന്ന ആൾ രണ്ടാമത് വിളിച്ചു, ഇങ്ങനെ പറഞ്ഞ് നടക്കല്ല. ഇനി ഒരിക്കലും പോയി അങ്ങനെ ചെയ്യരുത് കേട്ടോ. ഇപ്പോൾ സാരമില്ല, എന്നോട് പറഞ്ഞുകൊണ്ട് ഒരു കുഴപ്പമില്ല, ഇനി തൻ്റെ അസുഖം എന്താ വെച്ചാൽ അത് പറയാം പറഞ്ഞിട്ടാണ് പിന്നെ അങ്ങ് ഓരോ ചികിത്സയ്ക്ക് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞത്, എനിക്ക് അദ്ദേഹം അന്ന് പറഞ്ഞത് അതിൻ്റെ തത്വം ഒന്നും മനസ്സിലായില്ല. എന്നിട്ട് തിരിച്ചു വരുമ്പോൾ കാരണപ്പാട് എന്നോട് ചോദിച്ചു, അപ്പാനെ എനിക്ക് വലിയ മനസ്സിലായി അമ്മ ഒരു പറഞ്ഞത്. അമ്മ ഞാൻ പറഞ്ഞുതരാം പിന്നെ കേട്ടോ. അപ്പോഴേക്കും കുറച്ച് മഴച്ചാറിലൊക്കെ വന്നു, പാടത്തു കൂടെയൊക്കെ അറ്റക്കാഴയൊക്കെ ചാടിക്കിടക്കണം. ഞാൻ പിന്നെ ഒരു ദിവസം പറഞ്ഞുതരാം കേട്ടോ, നീ അങ്ങോട്ട് വീട്ടിലേക്ക് വാ എന്ന് പറഞ്ഞിട്ട് എന്നെ വീട്ടിലും വിട്ടു. അമ്മാവ അങ്ങോട്ട് അപ്പുറത്ത് അടുത്തുള്ള വീട്ടിലേക്കും പോയി. അമ്മ അടുത്താണ് താമസിച്ചിരുന്നത്, ഞങ്ങളുടെ അങ്ങോട്ടും പോയി. പിന്നെ ഒരു ദിവസം എന്നോട് അമ്മാവ വന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ അമ്മയുടെ വീട്ടിലേക്ക് ഞാൻ പോയപ്പോൾ അമ്മാവോട് ഞാൻ സംസാരിച്ചിരിക്കുമ്പോൾ എനിക്ക് മൂസ് പറഞ്ഞ് മനസ്സിലായോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല മുഴുവൻ ഒന്നും മനസ്സിലായില്ല, വാക്കുകൾ മനസ്സിലായി, എൻ്റെ ഉള്ളിലുള്ള അർത്ഥമൊന്നും എനിക്ക് മനസ്സിലായില്ല, അമ്മാവരുടെ കാര്യം പറഞ്ഞുതരാം എന്ന് പറഞ്ഞിട്ട് മെല്ലെ മെല്ലെ കുറേശ്ശെ ആ 4ാം ക്ലാസ്സിൽ പഠിക്കണ അറിവുള്ളൊരു കുട്ടിക്ക് എങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റിച്ചാൽ അതുപോലെ അമ്മാവനോട് പറഞ്ഞു. ഞാൻ അമ്മാവ പറഞ്ഞതും മറക്കില്ല, മൂസ് പറഞ്ഞതും മറക്കില്ല. ഈ ഒരു എപ്പിസോഡ് ഞാൻ മറക്കില്ല. മനസ്സിലായില്ലേ? എത്ര അർത്ഥവത്തും ഗാംഭീര്യമായിട്ടുള്ളതാണ് ആ മൂസൻ്റെ വചനങ്ങൾ. വളരെ സൗമ്യൻ, ഒരു സാത്വികൻ. അങ്ങനെയുള്ള വൈദ്യന്മാർ ഇന്നുണ്ട് നമ്മുടെ നാട്ടിൽ, ഇന്നുണ്ട്, ഈ കാലത്തും ഉണ്ട്. എക്സ്ട്രീമും ഉണ്ട്, രാക്ഷസ വൈദ്യന്മാരും ഉണ്ട്, സാത്വിക വൈദ്യന്മാരും ഉണ്ട്. രണ്ടും ഭഗവാന്റെ സ്വരൂപം തന്നെയാണ്, രണ്ടും വൈദ്യന്മാർ തന്നെയാന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഭഗവാൻ ആണ് വൈദ്യനാഥൻ. ഈ വൈദ്യന്മാരൊന്നുമല്ല. നമ്മളെ മൂസൊരു കാര്യം കൂടിയും പറഞ്ഞു, അതെ നിങ്ങളെ അദ്ദേഹത്തിനോട് പറഞ്ഞു ഒരു കാര്യം കൂടിയും പറഞ്ഞു, ഞങ്ങളെ ചികിത്സിക്കണേ ഉള്ളൂ, രോഗം മാറ്റാൻ ഞങ്ങളുടെ ഒരു നാഥനുണ്ട്, അദ്ദേഹമാണ് കേട്ടോ, അത് മനസ്സിലാക്കണം താൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ ഓൺലി ട്രീറ്റ്സ്, ഗോഡ് ക്യൂവേഴ്സ് എന്ന് പറഞ്ഞ പോലെയാണ്. ആ ഭഗവാൻ രോഗം മാറ്റുന്ന ആളാണ് വൈദ്യനാഥൻ, ചികിത്സിക്കുന്ന ആളാണ് വൈദ്യൻ. ഈ സത്യം പറയാൻ ഒരഹങ്കാരവും അവർക്ക് ഉണ്ടായിരുന്നില്ല പറയാനായിട്ട്. ഇന്നിപ്പം നെഞ്ഞത്ത് കൈ വെച്ചിട്ട് ഐ ക്യൂർഡ് എന്നൊക്കെ പറയുന്നില്ലേ? എന്താ ഐ ക്യൂർഡ്? ഹൂ ക്യൂർഡ്? ജസ്റ്റ് യു ട്രീറ്റഡ് മീ, ദാറ്റ്സ് ഓൾ. പ്രത്യേകിച്ച് നമ്മുടെ ആയുർവേദക്കാർ സാത്വിക വൈദ്യന്മാരാണ്, സാത്വികന്മാരാണ്. അവർക്ക് തലക്കനൊന്നും അധികമില്ല. കാരണം ആ രീതിയിലാണ് അവരുടെ പഠിപ്പിൻ്റെ സമ്പ്രദായം. സാത്വികമായിട്ടുള്ള പഠിപ്പാണ് അവരെ പഠിപ്പിക്കുന്നത്. സംസ്കൃത ഭാഷയാണ്. സംസ്കൃതം മീൻസ് വാട്ട്? റിഫൈൻഡ് ഭാഷ. സംസ്കൃതം, പ്യൂരിഫൈഡ് സംസ്കൃതം. അപ്പം അത് കാരണം അങ്ങനത്തെ വൈദ്യന്മാർ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ പറഞ്ഞു വന്നത്, ഔഷധവും ഭഗവാൻ, മരുന്നും ഭഗവാൻ, രോഗിയും ഭഗവാൻ, രോഗവും ഭഗവാൻ. ഈ തത്വം മനസ്സിലാക്കിയിട്ടാണ് വൈദ്യന്മാർ പണ്ട് ചികിത്സ ആരംഭിച്ചിരുന്നത്. ഇതെല്ലാം ഭഗവാൻ തന്നെയാണ്. രോഗി വരുന്ന ആളും ഭഗവാൻ തന്നെയാണ്, ഞാൻ ആരും അല്ല. എന്തോ വേഷം മാറിയിട്ട് എൻ്റെ അറിവ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വരികയാണ് ഭഗവാൻ. ഇങ്ങനെ വേണോ ഭഗവാനെ
എന്നുള്ളൊരു ലാഘവത്തോട് കൂടിയിട്ടാണ് അവർ ചികിത്സ തുടങ്ങുന്നത് തന്നെ. ആ മനോഭാവത്തോട് കൂടിയിട്ടാണ് അവർ ചികിത്സ തുടങ്ങുന്നത്. അതല്ലേ വേണ്ടത്? വരുന്ന രോഗിയോട് എത്ര ബഹുമാനം ഉണ്ടാവണം. ആ വരുന്ന ആള് നാരായണമൂർത്തിയാണ് എന്നുള്ളൊരു ഭാവം ഉണ്ടെങ്കിൽ. ഇതല്ലല്ലോ. അപ്പം അതുകൊണ്ട് ഭിഷക്, ഭേഷജ ആൻഡ് ഭിഷക് രണ്ടും അദ്ദേഹമാണ് അർത്ഥം. ഓക്കെ. ഇനി അടുത്ത നാമം 79 ഭിഷക്. ഇനി 580 സന്യാസകൃത്. സന്യാസകൃത് എന്ന് വെച്ചെങ്കിൽ സന്യാസം നൽകുന്നവൻ എന്നർത്ഥം. സന്യാസാശ്രമം ഏർപ്പെടുത്തിയിട്ടുള്ള ആ ഒരു വ്യവസ്ഥ ഏർപ്പെടുത്തിയിട്ടുള്ള ശക്തി എന്നർത്ഥം. ആശ്രമധർമ്മങ്ങൾ അറിയല്ലോ. 4 ആശ്രമധർമ്മങ്ങൾ: ബ്രഹ്മചര്യം, ഗാർഹ്യസ്ഥം, വാനപ്രസ്ഥം എന്നിവയ്ക്ക് ശേഷം മോക്ഷത്തിന് സിദ്ധി പ്രദാനം ചെയ്യുന്ന ആ അവസരമാണ്, യോഗിമാർക്കുള്ള അവസരമാണ്. അതിനെയാണ് സന്യാസാശ്രമം എന്ന് പറയാം. എനിക്ക് എന്താ പറയുക, ബ്രഹ്മചര്യം കഴിയും, ഗാർഹ്യസ്ഥം കഴിയും, വാനപ്രസ്ഥത്തിന് പോവും. അവിടെ കഴിഞ്ഞ് അവിടുന്ന് പക്വത വന്നതിൻ്റെ ശേഷമാണ് എല്ലാം ഉപേക്ഷിച്ച് സന്യാസം. ന്യാസം മീൻസ് കാസ്റ്റിംഗ് ഓഫ്. സംന്യാസം വെൽ കാസ്റ്റ് ഓഫ്. നന്നായിട്ട് കാസ്റ്റ് ചെയ്യണം. അല്ലാണ്ട് പിടിച്ച് തട്ടിപ്പറിച്ചത് തനിക്കിതൊന്നും വേണ്ടോ, ഇതൊന്നും എനിക്ക് ചേർന്നതല്ല എന്ന് പറഞ്ഞ് നിലവിളിയോടുകൂടി നിലവിളിച്ചിട്ട് തട്ടിപ്പറിക്കണതല്ല. തന്നെത്താൻ വീണ് പോണത്. പാമ്പിനെ ഉറക്കെ വീണ് പോവില്ലേ അറിയാതെ? ജസ്റ്റ് ഡ്രോപ്സ് ഓഫ്. 4 വയസ്സിൽ നിന്ന് 5 വയസ്സ് എങ്ങനെയാവുക? 4 വയസ്സ് ഡ്രോപ്സ് ഓഫ്. 5th ഇയർ എൻറ്റേഴ്സ്. ജാഗ്രത അവസ്ഥയിൽ നിന്ന് സ്വപ്നാവസ്ഥയിലേക്ക് എങ്ങനെ പോവുക? വല്ല എഫർട്ടും ഉണ്ടോ? ഗുസ്തി പിടിച്ചിട്ടൊക്കെയാണോ പോവുക? അല്ലല്ലോ. യു സ്ലൈഡ് ഇൻ ടു ഇറ്റ് ഗ്രേസ്ഫുള്ളി. അനായാസേന അങ്ങോട്ട് സ്ലൈഡ് ചെയ്ത് പോവും. സ്വപ്നത്തിൽ നിന്ന് സുഷുപ്തിയിലേക്ക് എന്നെങ്ങനെയാണ് പോവുക? സമയം പോലും നമുക്കറിയില്ല. സിംപ്ലി ഗ്ലൈഡ്. അതിനൊക്കെ എഫേർട്ട് ഉണ്ടോ? അതാണ് സന്യാസം എന്ന് പറഞ്ഞാൽ ക്വയറ്റ്ലി സ്ലിപ്പ് ഓഫ്. അപ്പം ഇങ്ങനെ 4 ആശ്രമ പ്രസ്ഥാനങ്ങളാണ് ഭഗവാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. സാധാരണ വിധിപ്രകാരം ചില മഹാത്മാക്കൾക്ക് ഡബിൾ പ്രൊമോഷനൊക്കെ കിട്ടും. ബ്രഹ്മചര്യത്തിൽ നേരെ സന്യാസം പോയവരുണ്ട്. ഗൃഹസ്ഥ്യവും വേണ്ട, വാനപ്രസ്ഥവും വേണ്ട, അവർ പ്രൊമോഷൻ ചെയ്ത് പോണവരൊക്കെ ഉണ്ട്. ഉണ്ടായിക്കൂടാവുന്നില്ല. ഒരു പ്രാരാബ്ധം അനുസരിച്ച് അങ്ങനെ വേണമെന്നൊന്നുമില്ല. ഇതൊന്നും കഴിയണമെന്നില്ല. അപ്പോൾ പരമഭക്തന്മാരോ കർമ്മയോഗികളോ ജ്ഞാനികളോ സന്യാസത്തിന് വേണ്ട മനഃശുദ്ധി നൽകി അവർക്ക് വേണ്ടത്ര വൈരാഗ്യം ഉണ്ടാക്കി മോക്ഷസിദ്ധിക്ക് പ്രാപ്തമാക്കി അപ്പോൾ മാത്രമേ ഈ സന്യാസാശ്രമത്തിലേക്ക് അവരെ കടത്തിവിടുള്ളൂ. ഈ പ്രക്രിയ മനസ്സുകൊണ്ട് ഉണ്ടാവുന്നത്, അല്ലാണ്ട് ശരീരം കൊണ്ടുള്ളതല്ല. സന്യാസത്തിലേക്കുള്ള ട്രാവേഴ്സ് പോക്ക്, എൻട്രി ഇൻ ടു സന്യാസം ഈസ് നോട്ട് ഫിസിക്കൽ, ഇറ്റ് ഈസ് മെൻ്റൽ. ബാഹ്യ സന്യാസമല്ല, വേഷഭൂഷണങ്ങളെ കൊണ്ടല്ല സന്യാസം വേണ്ടത്. ഈ കാവ്യവസ്ത്രം എന്തിനാണ് പ്രതീകം ചെയ്യുന്നത്? ഫയർ, തീയിനെ എല്ലാം നശിപ്പിക്കുന്ന ജ്ഞാനാഗ്നിയാണ് ഇത് എൻ്റെ ശരീരത്തിലുള്ളത്, ഞാൻ എടുത്തിട്ടുള്ളത് എന്ന് അവനവനെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള വസ്ത്രമാണ് ഈ കാഷായ വസ്ത്രം. പക്ഷെ കാഷായ വസ്ത്രമല്ല സന്യാസം, ഉള്ളിലുള്ള വസ്ത്രമാണ് സന്യാസം. ഉള്ളിലുള്ള വസ്ത്രം കാഷായ വസ്ത്രമാണ്. മനോമയ കോശം, വിജ്ഞാനമയ കോശം, ഇവിടേക്കാണ് ഈ വസ്ത്രം വേണ്ടത്. അല്ലാണ്ട് അന്നമയ കോശത്തിനല്ല ഈ വസ്ത്രം വേണ്ടത്.
അത് നമ്മൾ ആൾക്കാരെ പറ്റിക്കാണ്ട്. പിന്നെ ആ ആശ്രമത്തിലെ ചിട്ടനുസരിച്ച് മഹാന്മാരെ അത് ഉപയോഗിക്കുന്നു. അല്ലാത്തവരൊക്കെ ഉണ്ടല്ലോ. ഫിസിക്കൽ സന്യാസം ഈസ് നോട്ട് എ സന്യാസം അറ്റ് ഓൾ. മാനസികമായിട്ടുള്ള സന്യാസമുണ്ട്. മനസ്സ് എവിടെയാണ്? യോഗരതോ വാ ഭോഗരതോ വാ സംഗരതോ വാ സംഗവിഹീന യസ്യ ബ്രഹ്മണി രമതേ ചിത്തം നന്ദതി നന്ദതി നന്ദത്യൈവ. ഹി alone enjoys the beat solitude and beatitude of the Brahman, the reality, the supreme. He alone enjoys. ആരെ? യോഗരതോവ ഭോഗരതോവ. Let him enjoy bhoga. Let him be in yoga. Let him be in caves. Let him be in jungle. Let him be in marketplace. Sangaredova, Sangavihina. Whoever it is, Yasya Brahmani Ramate Chittam. Whoever whose mind revels always in Brahman. സദാസമയത്തും ബ്രഹ്മനിൽ തന്നെ മനസ്സ് വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബ്രഹ്മചാരി, ബ്രഹ്മത്തിൽ സഞ്ചരിക്കുന്നവൻ. ഈ alone നന്ദതി നന്ദതി നന്ദത്യൈവ. ശരീരം വഴി മനസ്സെവിടെങ്കിലായിട്ട് എന്താ ഈ കാര്യം? രണ്ട് സ്നേഹിതന്മാർ വൈകുന്നേരം 6 മണിക്ക് രണ്ടുപേരും പുറപ്പെടും. കുളിയൊക്കെ കഴിഞ്ഞ് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് രണ്ടാളും പുറത്തേക്ക് ഇറങ്ങും. ഒരാൾ ചോദിക്കും, കൃഷ്ണകുട്ടി എന്നാ എങ്ങടാ? എങ്ങടാ പറയും കൃഷ്ണകുട്ടി, എങ്ങടാ പോകണ്ട പറയും. അതിപ്പോൾ എങ്ങടാ പോ? ഗോവിന്ദനെ എവിടെ പോകാനാണ് താല്പര്യം? ഞാൻ ഒന്ന് അമ്പലത്തിൽ പോയിട്ട് വരാം. എന്താ അമ്പലത്തിലിപ്പോൾ? അവിടെ സ്വാമിജിയുടെ പ്രഭാഷണം ഉണ്ടാകും, അതൊന്ന് കേൾക്കണം. ഇപ്പോൾ പണി 6:30 തുടങ്ങും, 8 മണി വരെ പ്രഭാഷണം. ഞാൻ ഒന്ന് കേട്ട് വരാൻ പോകാം. വരുന്നു താൻ? ആനങ്ങടൊന്നുമില്ല. എനിക്ക് ഈ സ്വാമിയുടെ പ്രഭാഷണം ഒന്നും വരും. ഇങ്ങനെ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഓരോന്ന് പറയും, പ്രഭാഷണം പ്രഭാഷണം എന്ന് പറഞ്ഞിട്ട്. കുറേ കാലം വിഷ്ണു സഹസ്രനാമം കൊണ്ടു നടക്കും, കുറേ കാലം ഭഗവത്ഗീത കൊണ്ടു നടക്കും, കുറേ കാലം ചില ഉപനിഷത്തെ പറഞ്ഞു കൊണ്ടു നടക്കും. ഇടയ്ക്ക് കാണുകയാണ് ജ്ഞാനപ്പാനാണ്. ഇതൊന്നും നമുക്ക് തലയിൽ പോവില്ല. അവർ പറയണത് എന്താണെന്ന് നമുക്ക് മനസ്സിലാവില്ല. എന്തിനാ പറഞ്ഞപ്പോൾ ഞാൻ അവിടെ വന്നിരുന്നിട്ട്? അതുകൊണ്ട് താൻ കട പോണ? ഞാൻ അപ്പോൾ വരാം, ഞാൻ ഇവിടെ ഷോപ്പിൽ പോയിട്ട് ഇങ്ങോട്ട് വരാം. കേമായി ഇങ്ങോട്ട് വരുമ്പോൾ ഇപ്പോൾ 4 കാലുമില്ല വരാൻ പോകണം. അതൊന്നുമില്ല. അയ്യോ അങ്ങനെയൊന്നും താൻ വിചാരിക്കേണ്ട പോലെയൊന്നും അല്ല ഞാൻ കേട്ടോ. എനിക്ക് വരണമെന്നുണ്ട്, പക്ഷേ ഈ പ്രഭാഷണം കേൾക്കാൻ വലിയ താല്പര്യം എനിക്ക്. അപ്പോൾ ഇയാൾ പറയാം, എനിക്കും പ്രഭാഷണം കേൾക്കാനൊക്കെ താല്പര്യം, പക്ഷേ ഇന്നങ്ങോട്ട് വരാൻ ഒരു മൂഡില്ല, ഞാൻ അങ്ങോട്ട് പോവുക എന്ന് പറഞ്ഞിട്ട് രണ്ടാൾ 2 വഴിക്ക് അങ്ങോട്ട് പിരിഞ്ഞ് പോകും. ഒരാൾ അമ്പലത്തിൽ പ്രഭാഷണത്തിന് പോവും, ഒരാൾ കള്ള് ഷോപ്പിലേക്കും പോകും. മനസ്സിലായോ? ഈ അമ്പലത്തിൽ പ്രഭാഷണത്തിന് ചെന്നിരുന്ന ചമ്മറൊക്കെ പഠിഞ്ഞ് അവിടെ ഇരുന്ന സ്വാമിജി വന്ന് ടോക്ക് അങ്ങോട്ട് തുടങ്ങി സഹനാവൂതൊക്കെ ചൊല്ലി കഴിഞ്ഞ് ഗുരുവന്ദനൊക്കെ കഴിഞ്ഞ് ടെക്സ്റ്റിലേക്ക് അങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ അദ്ദേഹം ഇങ്ങനെ പ്രഭാഷണം പറയുന്നുണ്ടാവും. ഗോവിന്ദൻ്റെ മനസ്സ് അവിടെ ഒന്നുമല്ല. ഗോവിന്ദൻ്റെ മനസ്സ് കൃഷ്ണൻകുട്ടിയിലാണ്. അവ അപ്പം എന്താ അവിടെ ചെയ്യുന്നുണ്ടാവുക? ഒരു പെഗ് ഓർഡർ ചെയ്തിട്ടുണ്ടാവും അല്ലേ? അതങ്ങനെ സിപ്പ് ചെയ്യുന്നുണ്ടാവും ഇരുന്നിട്ട്. നല്ല ഉപ്പിലിട്ടോ അങ്ങനെ തൊട്ട് നക്കി, വല്ല കായ വറുത്തതോ ചിപ്സോ കപ്പയ്ക്ക കൊണ്ടാട്ടോ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കഴിച്ച് സുഖമായിട്ടിരിക്കുന്നുണ്ടാവും. ഈ സ്വാമി എന്തൊക്കെയാ പറയണം? നിർവ്വാണം എന്ന് പറയണു, ഭേഷജം എന്ന് പറയണു, വിശ്വം വിഷ്ണു വഷട്കാരോ. എന്ത് വിശ്വം, എന്ത് വിഷ്ണു, എന്ത് വഷട്കാരൻ? എവിടെയെങ്കിലും വന്നില്ല, എൻ്റെ ഇവിടെ ഇരിക്കുന്നല്ലേ നോക്കിയുള്ളൂ, നീട്ട് പോകണമെന്ന് ശരിയല്ലല്ലോ എന്ന് പറഞ്ഞാൽ അവിടെ ഇങ്ങനെ ഇരിക്കും. സ്വാമിയുടെ വായ അനങ്ങടെ ഇങ്ങനെ നോക്കിയിരിക്കും. അപ്പം എൻ്റെ മനസ്സ് മുഴുവൻ കിടക്കുന്നത് കള്ള് ഷോപ്പിൽ. അവിടുത്തെ ഷാപ്പ് കയറിയും അവിടുത്തെ കള്ളും അവിടുത്തെ മറ്റുള്ള ഇൻഫ്രാസ്ട്രക്ചറൊക്കെ നോക്കി ഇങ്ങനെ ആരുടെ കൂടെ? കൃഷ്ണൻകുട്ടിയുടെ കൂടെ ഇങ്ങനെ കഴിയാൻ മനസ്സുകൊണ്ട്. ഓക്കെ, കൃഷ്ണൻകുട്ടിയുടെ കാര്യം എന്താ? കള്ള് ഷോപ്പിൽ ചെന്നു, ഒരു ഗ്ലാസ് കൊണ്ടുവരാൻ പറഞ്ഞു, ഒരു ഗ്ലാസ് കൊണ്ടുവന്നു, അത് സിപ്പ് ചെയ്തു. അപ്പം ഇയാൾ വിചാരിക്കും, എന്തപ്പോൾ ഇത് ഇന്നലെയും കഴിച്ചു തന്നെയല്ല, ഇത് സ്വാദുമില്ല, അങ്ങോട്ട് പോകായിരുന്നില്ലേ, അമ്പലത്തിൽ പോകായിരുന്നു. ആ സ്വാമി എന്തൊക്കെയാണ് പറയാം, ഓരോ നല്ല കാര്യങ്ങൾ, ഓരോ ഉദാഹരണങ്ങൾ പറഞ്ഞ് നമ്മളൊക്കെ കാര്യങ്ങൾ വേഗം മനസ്സിലാക്കും. നല്ല ഗ്രന്ഥമല്ലേ, ഭഗവാനെ കുറിച്ചല്ലേ പറയണം അവർ. അവിടെ ചെന്നിരുന്നാൽ മതിയായിരുന്നു.
അപ്പം എന്തൊക്കെയാണ് അങ്ങൊരു എത്ര കഥകൾ പറഞ്ഞിട്ടുണ്ടാവും, ഭഗവാനെക്കുറിച്ച് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടാവും, എത്ര തത്വങ്ങൾ അദ്ദേഹം പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. ഇതൊന്നും എനിക്ക് കേൾക്കാൻ പറ്റിയില്ലല്ലോ. വെറുതെ ഇങ്ങോട്ട് പോരണ്ടായിരുന്നില്ല. ഇദ്ദേഹം അങ്ങനെ പറയണു, കൃഷ്ണൻകുട്ടി അങ്ങനെ പറയണു, കോയിനകുട്ടി ഇങ്ങനെ പറയണു. രണ്ടുപേരും കൂടി 8 മണിയായി അവസാനം. 8 മണിക്ക് രണ്ടാളും രണ്ട് ദിക്കിൽ ഇറങ്ങി. വഴിക്ക് ഒരേ സമയത്ത് രണ്ടാളും ഹാർട്ട് അറ്റാക്ക് ഡിം അവിടെ വീണു. രണ്ടാളും വീണു. പുളയ്ക്ക് വന്നു, യമകിങ്കരന്മാർ വന്നു, അവർ രണ്ടുപേരെയും കൊണ്ടുപോയി. സ്ഥൂല ശരീരം നേരെ കൊണ്ടുപോയി. സൂക്ഷ്മ ശരീരം. സ്ഥൂല ശരീരം അവിടെ ഇട്ടു. സൂക്ഷ്മ ശരീരം രണ്ടെണ്ണത്തിൻ്റെ രണ്ട് പൊടിക്കുപ്പിയിലാക്കിയിട്ട് യമധർമ്മ രാജാവ് നേരെ അങ്ങോട്ട് കൊണ്ടുപോയി. ഒരു ട്രിപ്പ് അവോയ്ഡ് ചെയ്തില്ല, രണ്ടും ഒരേ സമയത്ത് കഴിഞ്ഞല്ലോ കാര്യം. അവിടെ കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ 2 വാതിലുണ്ട്. ഒരു എൻട്രി സ്വർഗം, ഒരു എൻട്രി നരകം. ഈ കള്ളി ഷോപ്പിലേക്ക് പോയ കൃഷ്ണൻകുട്ടി ഉണ്ടല്ലോ, ആ പൊടിക്കുപ്പി നേരെ സ്വർഗത്തിലേക്ക് പോയി. അമ്പലത്തിൽ പോയ ഗോവിന്ദൻ നേരെ ആ പൊടിക്കുപ്പി നേരെ നരകത്തിലേക്കും പോയി. അപ്പോൾ യമധർമ്മ മഹാരാജാവ് ഇവർക്കൊരു ചാൻസ് കൊടുത്തു. എന്തെങ്കിലും പറയാൻ, ഈ സൂചി കൊല്ലാതിരിക്കുമ്പോൾ ഒരു എന്തെങ്കിലും പറയേണ്ട അഭിപ്രായം പറയാൻ 2 പേർക്കും കൊടുത്തുവിടാ, എന്നെ ഇങ്ങടാ വിടാൻ പോകണം കേട്ടോ, നരകത്തിലേക്കാണ് വിടാൻ പോകണം. എന്നെ ഇങ്ങോട്ട് വേണി വിട്ടോളിക്ക് കുഴപ്പമില്ല, മറ്റുള്ള എങ്ങടാ പോകണം, അങ്ങൊരു സ്വർഗത്തിലേക്കാണ് പോകണം. അതെന്താ അങ്ങനെ? ഞാനല്ലേ അമ്പലത്തിൽ പോയിട്ട് പ്രഭാഷണം കേട്ടാൾ, ഇന്നെന്താ നരകത്തിലേക്ക് അയക്കാൻ കാരണം? അയാൾ കള്ളുഷാപ്പ് പോയാനാ, നിങ്ങൾക്കറിയാം? നിങ്ങളയാൾ പിടിച്ചോണ്ട് കള്ളു ഷോപ്പിൽ നിന്നല്ലല്ലോ, നടക്കാൻ വഴിയുന്നില്ല, അയാൾ എവിടെ പോയിരുന്നായിരുന്നോ നിങ്ങൾക്കറിയോ? എന്നിട്ട് അയാളെ സ്വർഗത്തിലേക്ക് വിടുക. ഞാൻ അമ്പലത്തിലായിരുന്നിരുന്നത്, അത് നിങ്ങൾക്കറിയില്ലേ? ആ സ്വാമിയുടെ പ്രഭാഷണം കേട്ടിട്ട് എന്തൊക്കെ പറഞ്ഞു സ്വാമി? ഞാൻ നേരെ നിന്നിട്ട് വന്നത് നരകത്തിലേക്ക്. അതെന്ത് പരിപാടിയാണ് അത്? എന്ത് നീതി അത്? എന്ത് ധർമ്മം അത്? ധർമ്മം പറഞ്ഞു, അല്ല കുട്ടാ, ഇതിനൊരു കാര്യമുണ്ട്. നീ അമ്പലത്തിൽ പോയെന്നുള്ള കാര്യമൊക്കെ ശരിയാ. യസ്യ ബ്രഹ്മണി രമതേ ചിത്ത. നീ എവിടെയായിരുന്നു എൻ്റെ മനസ്സാ സമയത്ത്? മനസ്സ് അവൻ്റെ കൂടെയായിരുന്നു. ആരുടെ കൂടെ? കൃഷ്ണൻകുട്ടിയുടെ കൂടെ. കൃഷ്ണൻകുട്ടി എവിടെയായിരുന്നു? കള്ള് ഷാപ്പിൽ. അപ്പം എൻ്റെ മനസ്സ് എവിടെയായിരുന്നു? കള്ള് ഷാപ്പിൽ. എത്ര സമയം? 1.5 മണിക്കൂർ. ആ, കൃഷ്ണൻകുട്ടിയോട് ചോദിച്ചു, കൃഷ്ണൻകുട്ടിയെ നീ എവിടെയായിരുന്നു? ഞാൻ കോയിന്നൻകുട്ടിയുടെ കൂടെയായിരുന്നു. കോയിന്നൻകുട്ടി എവിടെയായിരുന്നു? കോയിന്നൻകുട്ടി അമ്പലത്തിലായിരുന്നു. അമ്പലത്തിൽ എവിടെയായിരുന്നു? പ്രഭാഷണം കേൾക്കുകയായിരുന്നു. പ്രഭാഷണത്തിൽ എന്തൊക്കെയാണ് പറഞ്ഞേ? ഈശ്വരനെ കുറിച്ച് പറഞ്ഞു, ദൈവത്തിനെ കുറിച്ച് പറഞ്ഞു, ബ്രഹ്മത്തിനെ കുറിച്ച് പറഞ്ഞു. ആ മനസ്സ് ശുദ്ധമായിട്ട് ഇങ്ങനെ കേട്ടു. ഞാൻ കണ്ടുപിടിച്ചു എന്നേ ഉള്ളൂ, എന്നാലും ഇതൊക്കെ ഇങ്ങനെ കേട്ടു. തന്നെയാണ് മനസ്സുകൊണ്ടാണ് സന്യാസം, അല്ലാണ്ട് ശരീരം കൊണ്ടല്ല. കോയിന്നൻകുട്ടിയെ നീ മനസ്സിലാക്കുക. അപ്പോൾ ഒരാൾ പോയത് കള്ള് ഷാപ്പിലേക്ക്, ഒരാൾ പോയത് അമ്പലത്തിലേക്ക്. പക്ഷേ എങ്കിലും ഫലം അവിടെ റെക്കോർഡ് ചെയ്തിട്ടുണ്ടാ? യോഗരഥോ വാ ഭോഗരഥോ വാ സംഗരഥോ വാ സംഗവിഹീന യസ്യ ബ്രഹ്മണി രമതേ ചിത്തം നന്ദതി നന്ദതി നന്ദത്യൈവ. അടുത്ത നാമം. അപ്പം അതാണ് സന്യാസകൃത്ത് എന്ന് പറയാൻ കാരണം. സന്യാസകൃത്ത്. അടുത്ത നാമം എടുത്താൽ കുറച്ച് വൈകിപ്പോവും. ഏതായാലും തുടങ്ങിയത് വൈകാതെ കാരണം ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുപോകണില്ല. നമുക്ക് തൽക്കാലം ഇന്ന് ഇവിടെ നിർത്താം. അടുത്ത നാമം ക്ഷമ എന്നാണ്. ക്ഷമ എന്നുള്ള നാമം നമുക്ക് നാളെ എടുക്കാം. അപ്പോൾ തൽക്കാലം സന്യാസകൃത്തിൽ അവിടെ നിൽക്കട്ടെ. അപ്പോൾ അതുകൊണ്ട് നാളെ ബാക്കി നാമങ്ങൾ പറ്റുന്നത് എടുക്കാം. അതുവരെ എല്ലാവർക്കും ഹരി ഓം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം തത്സത്. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. കൃഷ്ണ ഗുരുവായൂരപ്പ ഭഗവാനെ രക്ഷിക്കണേ.